പിന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു കമൻ്റ് ഒന്ന് വായിച്ച് നോക്കി. എല്ലാ കുണ്ണയും ചെയ്ത് നോക്കി ഒരു രക്ഷയുമില്ല, പരസ്യം വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം ആ ഒരു വീഡിയോയ്ക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം. കാരണം ഇതിൽ ഏകദേശം 90% ആളുകൾ ഇതിലത്തെ കമൻറ്റ് ബാക്കിയൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്, നല്ല വ്യൂസൊക്കെ ഉള്ള. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ പരസ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം ഇതിൽ അവസാനമായിട്ട് ഒരു ട്രിക്ക് പറയുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പരസ്യം വരുന്നത് ഒരു 90%, 95% അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രിക്ക് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു ലൈക്ക് ഉണ്ടല്ലേ, ഇതൊന്ന് ജസ്റ്റ് തൊട്ടാൽ മതി. ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഒരു നല്ലൊരു കമൻറ്റും, ഒരു ലൈക്കും നല്ലൊരു കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അത് തരാൻ മടി കാണിക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ഈ പ്രൊഫൈൽ ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ കാണുന്ന സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ ഇവിടെ ജനറൽ എന്ന ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മൂന്നാമത് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നമുക്ക് കാണാൻ സാധിക്കും പ്രീ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഡീൽസ് ആൻഡ് പ്രൊമോഷൻ. ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ഓണാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഓണാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡിസേബിൾ ആക്കി കൊടുക്കുക. നെറ്റ് ഓണാണെങ്കിൽ മാത്രമേ ഇത് ഡിസേബിൾ ആകും. അപ്പോൾ നെറ്റ് ഓണാക്കിയതിന് ശേഷം ഇത് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മൊബൈൽ ഫോണിൽ പരസ്യം വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും.